ചിലർ പറയുന്ന കട അടയ്ക്കുമ്പോൾ കുടിക്കാനായിട്ട് നാരങ്ങ പിഴിഞ്ഞ് കുടിക്കാനായിട്ട് എടുത്തു വെച്ചേക്കണം. വളരെ ശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കണം, അല്ലെങ്കിൽ പണിവാളും. വിളക്കൊക്കെ കത്തിച്ച് ഈ തൂത്ത് തുടച്ച് റെഡിയാക്കി അത്യാവശ്യം വെള്ളമൊക്കെ തളിച്ച് എന്നിട്ട് വേണം ഇത് വെക്കാൻ. നിങ്ങൾ ദോഷം മാറ്റാനാണ് ഈ നാരങ്ങ കൊണ്ടുവന്ന് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത്. ആ നാരങ്ങ തന്നെ പിഴിഞ്ഞിട്ട് നാരങ്ങ വെള്ളമായി കുടിച്ചാൽ ദോഷം പലർക്കും വരികയല്ലേ. നമസ്കാരം, മെട്രിക്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നിങ്ങളുടെ എല്ലാം വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇനിയും തുടർന്ന് അതുപോലെ തന്നെ ലഭിക്കണമെന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. കുറച്ച് പേരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് വരാൻ നേരത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്. പലർക്കും സബ്സ്ക്രൈബിൻ്റെ കാര്യങ്ങൾ അറിയില്ല. അന്നത്തെ ആ കുബേരൻ്റെ വീഡിയോ കണ്ടു, ബാക്കി അടുത്ത വീഡിയോകൾ അറിയില്ല എന്ന് പറയണു. കുറേ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം പുതിയ പുതിയ വീഡിയോ കണ്ടാൽ മാത്രമേ അതിൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നക്ഷത്രവും വീട്ടിലെ ആൾക്കാരുടെ എല്ലാം പേരും നക്ഷത്രമൊക്കെ മെസ്സേജായിട്ട് അയക്കാനും അതുപോലെ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും പറ്റുള്ളൂ. അതിൽ നിന്നാണ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ക്ഷേത്രത്തിൽ പൂജ കഴിക്കുന്നത് ശനിയാഴ്ചകളിൽ. അപ്പോൾ ഏകദേശം ഇത് കണ്ടോ, ഇതുപോലെ അയയ്ക്കുക, കുഴപ്പമില്ല. അതായത് നിങ്ങളുടെ പേരും നക്ഷത്രവും മാത്രം എഴുതുക. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അടുത്ത കമൻറ്റിൽ പറയും. ഇപ്പോൾ ഇത് ഇങ്ങനെ കമൻറ്റിൻ്റെ പറഞ്ഞിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട് കണ്ട. പക്ഷേ ഇപ്പം ഇതിനകത്ത് നിങ്ങളുടെ പേരും നക്ഷത്രവും മാത്രം വെച്ചിട്ട് ആദ്യത്തെ കമൻറ്റിൽ എഴുതുക, വീട്ടുകാരുടെ എല്ലാം. അടുത്തതിൽ നിങ്ങളുടെ കാര്യങ്ങളും കൂടി പറയുക അതിൻ്റെ തൊട്ടടുത്ത കമൻറ്റ്. ഞാൻ എന്തായാലും വായിക്കും, കുറച്ച് താമസം എടുക്കുന്നുള്ളൂ. അതുപോലെ ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യണം, വളരെ അത്യാവശ്യമുള്ളവർക്ക്. വെറുതെ ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കാനായിട്ട് മെസ്സേജ് അയക്കണ്ട. കാരണം വളരെ അത്യാവശ്യമുള്ള കുറേ ആൾക്കാരുണ്ട്, സാധാരണക്കാരായ ആൾക്കാരുണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗും വേറെ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ അത്യാവശ്യമുള്ള കുറേ ആൾക്കാരുണ്ട്, അവരുടെ മെസ്സേജ് എനിക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജായിട്ട് 10,000 മെസ്സേജിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി ഡിലീറ്റ് ചെയ്ത് അങ്ങനെ പോണതുകൊണ്ടാണ്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ അത്യാവശ്യമായിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ ഡേറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അന്ന് രാവിലെ. അപ്പം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിനുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പറയും. അതെന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പലർക്കും സംശയമാണ് ഇതിൻ്റെ എങ്ങനെയാണ് ടൈം കാര്യങ്ങൾ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മാത്രമുള്ളൂ ഇത് നോക്കാനും കാര്യത്തിനും എല്ലാം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു താമസം ഉണ്ടാവും, വേറൊന്നും വിചാരിക്കരുത് കേട്ടോ. എല്ലാവരും നോക്കി. ഇപ്പം ഇതിനകത്ത് തന്നെ ഇപ്പം വീഡിയോ കാണുന്നവർ തന്നെ അറിയാമല്ലോ, അവരുടെയൊക്കെ കുറേ പേരുടെ ഇപ്പം വീഡിയോ കാണുന്ന ഒരു 30% ആൾക്കാരുടെ എങ്കിലും, അതായത് നോക്കാൻ തന്നേക്കണ ഒരു 30-50% ആൾക്കാരെ നോക്കി തന്നിട്ടുണ്ടല്ലേ. അവരൊക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കാണുന്ന ഇത് കണ്ടോ, അതായത് എന്താണ്, നമ്മൾ ഗ്ലാസ്സിൽ നാരങ്ങയിട്ട് വെക്കണ കാര്യമാണ് ഇപ്പോൾ കാണുന്നത് അല്ലേ. അപ്പോൾ ഇത് പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താ ചിലർ വിചാരിക്കണത് അത് വെറുതെ പുള്ളി, മിക്കതും കടയിലായിരിക്കും കാണുന്നത്, അത് വെറുതെ പുള്ളി നാരങ്ങയിട്ട് വെച്ചേക്കണം അല്ലേ. ചിലർ പറയുന്ന കട അടയ്ക്കുമ്പോൾ കുടിക്കാനായിട്ട് നാരങ്ങ പിഴിഞ്ഞ് കുടിക്കാനായിട്ട് എടുത്ത് വെച്ചേക്കണമെന്ന്. ഏത് കട അടയ്ക്കാൻ നേരത്തെ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കാനായിട്ട് എടുത്ത് വെച്ചേക്കണമെന്ന്. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് നെഗറ്റീവ് എനർജിയെ മാറ്റാനായിട്ട് വെച്ചേക്കേണ്ട സാധനമാണ്. അതായത് നാരങ്ങ എന്ന് പറയാൻ നേരത്തെ തന്നെ അറിയാമല്ലോ, നെഗറ്റീവ് എനർജി കാര്യങ്ങളൊക്കെ മാറ്റും. ആൻറ്റി ഓക്സിഡൻറ്റ് അത്യാവശ്യമുള്ള സാധനമാണ്. അതുകൊണ്ടാണ് വിഷത്തിനെതിരെയൊക്കെ പ്രയോഗിക്കുന്നത്. പിന്നെന്താണ്, വിറ്റാമിൻ സി അതെല്ലാം ഉള്ളൊരു സംഭവമാണ് നാരങ്ങ അല്ലേ. അപ്പം അങ്ങനെ ഉള്ളൊരു നാരങ്ങ ഇതുപോലെ ശുദ്ധമായ, വളരെ ശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കണം, അല്ലെങ്കിൽ പണിവാളും അല്ലേ.
വളരെ കിണറ്റിൽ നിന്ന് എടുക്കണമെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കിണറ്റിൽ നിന്നുള്ള വെള്ളം എടുത്തുകൊണ്ട് വന്ന് അത് നല്ല വൃത്തിയുള്ള ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് അതിൽ ശുദ്ധമായിട്ടുള്ള അത് പല സ്ഥലത്തുനിന്ന് വരുന്ന നാരങ്ങ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിലേക്ക് ഇടുക. ചിലർ അതിൻ്റെ കൂടെ ഉപ്പും കൂടി ഇടും. നമുക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഫെങ്ഷൂയിയുടെ കൺസെപ്റ്റാണ്, പോസിറ്റീവ് എനർജീനെ ആക്കുക എന്നുള്ളത്. അതായത് അങ്ങനെ വെക്കുന്ന കടകളിൽ വളരെ വൃത്തിയോടും ശുദ്ധമായിട്ടും വേണം ഇതൊക്കെ വെക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ വന്നിട്ട് രാവിലെ വിളക്കൊക്കെ കത്തിച്ച് ഈ തൂത്ത് തുടച്ച് റെഡിയാക്കി അത്യാവശ്യം വെള്ളമൊക്കെ തളിച്ച് എന്നിട്ട് വേണം ഇത് വെക്കാൻ. അല്ലാതെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇവർക്ക് വാലായ്മ പെല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെയുള്ളവനൊക്കെ ഇപ്പം പെലയുള്ളവനും വാലായ്മ ഉള്ളവനൊക്കെ ഇതൊന്നും നോക്കാതെ അത് വെച്ച് കഴിഞ്ഞാൽ പണി പാളും. അപ്പം അങ്ങനെയുള്ള ദിവസം വെക്കേണ്ടത് അറിയാമല്ലോ. നമ്മൾ ക്ഷേത്രത്തിൽ കയറുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ നാരങ്ങയ്ക്കൊരു പവറുണ്ട് അല്ലേ? എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നാരങ്ങ വിളക്ക് കത്തിക്കുന്നു ക്ഷേത്രത്തിൽ. വേലായുധ സ്വാമിയുടെ അവിടെ നാരങ്ങ മാല സമർപ്പിക്കുന്നു. ഇതൊക്കെ ദോഷങ്ങൾ മാറാനും കാര്യത്തിനുമൊക്കെയാണ്. ചില ക്ഷേത്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ക്ഷേത്രത്തിലെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് പൂജയ്ക്ക് പോയ ക്ഷേത്രത്തിൽ, അതായത് നാരങ്ങ വിളക്കുണ്ട് വെള്ളിയാഴ്ചകളിൽ. അപ്പോൾ കുറേ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഈ നാരങ്ങ കൊണ്ടുവരും. അപ്പം അവരെന്താ ചെയ്യണം, എന്നിട്ട് നാരങ്ങ വിളക്കായി കൊടുക്കാനായിട്ട് അത് കട്ട് ചെയ്തിട്ട്, പക്ഷേ ഈ നാരങ്ങ അതിൻ്റെ പിഴിഞ്ഞ് വേറെ ആൾക്കാർക്ക് അവിടെ നാരങ്ങ വെള്ളമായി കൊടുക്കുന്നു. അപ്പം എന്താ സംഭവിക്കണേ? നിങ്ങൾ ദോഷം മാറ്റാനാണ് ഈ നാരങ്ങ കൊണ്ടുവന്ന് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത്. ആ നാരങ്ങ തന്നെ പിഴിഞ്ഞിട്ട് നാരങ്ങ വെള്ളമായി കുടിച്ചാൽ ദോഷം പലർക്കും വരികയല്ലേ. ഈ കുടിക്കണവർക്കൊക്കെ ദോഷമാകുമല്ലേ. അങ്ങനെയുള്ള മണ്ടത്തരം കാണിക്കരുത്. നമ്മൾ തന്നെ പോവുക, അവിടെ പിച്ചാത്തി ഉണ്ടായത് കട്ട് ചെയ്യുക, അതിൻ്റെ നാരങ്ങ എങ്ങോട്ടെങ്കിലും പിഴിഞ്ഞ് കളയുക, എന്നിട്ട് ശുദ്ധമായിട്ട് വന്നിട്ട് നാരങ്ങ വിളക്ക് ഭഗവതിയുടെ മുന്നിൽ കത്തിക്കുക. അങ്ങനെയല്ലേ? അപ്പോൾ അതുപോലെ പറഞ്ഞ കാര്യമാണ് ഇതും. അതുപോലെ തന്നെ ശുദ്ധമായിട്ട് തന്നെ കടകളിലോ അത് ബിസിനസ് സ്ഥാപനങ്ങളിലോ ഒക്കെ വളരെ ശുദ്ധമായിട്ട് തന്നെ ഉള്ള വെള്ളം ഉപയോഗിച്ച് വേണം ഇതിങ്ങനെ വയ്ക്കാൻ. അപ്പം നെഗറ്റീവ് എനർജി കാര്യങ്ങളെല്ലാം മാറും. അതിനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒരു ഇതുണ്ടാവും. അതുപോലെ തന്നെ വൈകിട്ട് 6 മണി ഒരു 6:30 ആ നേരത്തെ ഇതെടുത്ത് കളയാം. അതായത് സൂര്യാസ്തമയത്തിന് ശേഷം ഇതെടുത്ത് കളയാവുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. കടയുടെ അടവും കാര്യങ്ങളൊന്നും നോക്കണ്ട. സൂര്യാസ്തമയത്തിന് ശേഷം ഈ വെള്ളം ഉൾപ്പെടെ നാരങ്ങ ഉൾപ്പെടെ കളഞ്ഞേക്കാം. പിറ്റേ ദിവസം ഇതുപോലെ പുതിയ ഇത് വെക്കുക. അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ അവിടെ ഈ നാരങ്ങ വെള്ളത്തിയിട്ട് അങ്ങനെ ഒരാഴ്ച ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് എനർജിയായി അത് പിടിച്ചു. പിന്നെ വീണ്ടും നെഗറ്റീവ് എനർജി തന്നെ അങ്ങോട്ട് സ്പ്രെഡാവും. അതായത് ഒരു ദിവസത്തെ സൂര്യൻ ഉദിച്ചു വന്നിട്ടുള്ള ഒരു ദിവസത്തെ നെഗറ്റീവ് എനർജിയാണിത് അബ്സോർവ് ചെയ്ത് കളഞ്ഞ് പോസിറ്റീവ് ആക്കി തരുന്നത്. അപ്പോൾ അത് നോക്കുക. അങ്ങനെ വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇതിൻ്റെ ഫലങ്ങളും കാര്യങ്ങളും. അപ്പോൾ വളരെ ശുദ്ധമായിട്ട് തന്നെ വേണം വയ്ക്കാൻ. വീടുകളിലേക്ക് ഇത് വെക്കണമെന്ന് ഞാൻ പറയണില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വീടുകളിലേക്ക് പല ദിവസങ്ങളിൽ കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് ഇത് വളരെ ശുദ്ധമായിട്ട് വെക്കേണ്ടതാണ്. ഇത് കടകളിലും ബിസിനസ് ആകുന്ന നേരത്ത് അതിൻ്റെ കുഴപ്പമില്ല കാര്യങ്ങളല്ല. വീട്ടിലത്തെ പൂജയിലേക്ക് നമ്മുടെ ഭഗവാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതും കടയിലേക്കും അതുപോലെ ഭഗവാന്റെ ഫോട്ടോയും കാര്യങ്ങളും ഉണ്ടായാലും ഇത് വെക്കുന്നതുകൊണ്ട് നല്ലതാണ്. കുറേ പേരുടെ സംശയത്തിനുള്ള കാര്യങ്ങളാണ് പറയണത് ഇങ്ങനെ വെക്കുന്നതുകൊണ്ട്. നമുക്ക് വീടുകളിലേക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കല്ലുപ്പുണ്ടല്ലോ, കല്ലുപ്പ് ഒരു മുന്തയിൽ കുറച്ച് വെള്ളത്തിൽ കലക്കി വേണമെങ്കിൽ എല്ലാ മുറികളിലൊക്കെ തളിച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജിയായി. അങ്ങനെയും ചെയ്യാം. അതിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നിടാം. അപ്പോൾ ഈ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വളരെ ശുദ്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് നാരങ്ങ ഇങ്ങനെ വെക്കുന്നൊരു കാര്യം. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച കാര്യങ്ങളിനെക്കാട്ടും കൂടെ ഒരു സമാധാനമായിട്ടുള്ളൊരു കച്ചവടവും ഐശ്വര്യമൊക്കെ ഉണ്ടാവും ഇത് വെച്ച് കഴിഞ്ഞാൽ. അതാണ് ഏറ്റവും വലുത് അല്ലേ. കുറേ കോടീശ്വരനായി, മനസ്സമാധാനമില്ല, കിടന്നുറങ്ങാൻ പറ്റിയില്ല, തീർന്നില്ലേ. അതാണ് പറയണത്. മനസ്സമാധാനത്തിലുള്ളൊരു കച്ചവടവും അത്യാവശ്യം നല്ല രീതിയിൽ, അത്യാവശ്യം പണത്തിന് പണം, അങ്ങനെയൊക്കെ അതായിരിക്കും ഇത് വെച്ചാലുള്ള ഗുണം. അപ്പോൾ ഈ
ചിട്ടകളൊക്കെ പാലിക്കണം. വളരെ ശുദ്ധിയായിരിക്കണം, വെള്ളം ശുദ്ധിയായിരിക്കണം, അന്നന്ന് മാറ്റണം, നല്ല വൃത്തിയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അവിടെ എല്ലാം തുടച്ച് ക്ലീൻ ചെയ്ത് ഒരു വിളക്കൊക്കെ കത്തിച്ച് ഐശ്വര്യമായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് പേര് കഴിഞ്ഞ വീഡിയോ കുബേരൻ്റെ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ചിലർക്ക് വടക്കോട്ട് തിരിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ ചെയ്തു. കാരണം സാധാരണക്കാരായ കുറേ ആൾക്കാർ ഇത് വെച്ചിട്ട് പാടുപെടുന്നുണ്ട്. ഈ കമൻറ്റിൽ കണ്ടാൽ അറിയാൻ പറ്റും ഇല്ലേ? കുറേ പേര് എനിക്ക് മെസ്സേജ്, തിരുമേനി അത് കളഞ്ഞപ്പോൾ തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റണം. ഒന്നാമത്തെ കാര്യം, എന്തോ ഒരു സാധനം വർഷങ്ങളായിട്ടുള്ള എന്തോ ഒരു സാധനം പോയ പോലെ ഉണ്ട്. പിന്നെ അതിനകത്ത് പിൻ ചെയ്തിട്ടുണ്ട് കുറച്ച് ആൾക്കാരുടെ കാര്യം. ഇതൊക്കെ താനെ ഓട്ടോമാറ്റിക്കലി വന്ന മെസ്സേജാണ്. അതിൽ തന്നെ റിപ്ലൈ അയച്ചാൽ അവർ പറയുമായിരിക്കും. അപ്പോൾ ചിലർ അതിൻ്റെ അകത്ത് മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. 10-20 വർഷമായിട്ട് വീട്ടിലുണ്ടായിരുന്ന കുബേരനെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ഫോൺ പൊട്ടിത്തെറിച്ചെന്നാ പോയെന്നാ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട സാധാരണക്കാരായ ആൾക്കാർ ഇതെല്ലാം കണ്ടോണ്ടിരിക്കല്ലേ, അവർക്കറിയാമല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പറഞ്ഞൊരു കാര്യമില്ല. വർഷങ്ങളായിട്ട് ഇത് നോക്കി എല്ലാം ചെയ്തിട്ടാണ് ഞാൻ കുബേരൻ്റെ കാര്യമെല്ലാം പറഞ്ഞത്. അതുകൊണ്ടുള്ള മാറ്റങ്ങളും ഉണ്ട്. പലർക്കും സത്യമാണ് തിരുമേനി ഇപ്പം മറ്റേത് നെഗറ്റീവ് എനർജി പോസിറ്റീവ് ആക്കാൻ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം. ഇതിപ്പോൾ കടകളുടെ കാര്യമാണ് പറഞ്ഞിട്ട്, കട ബിസിനസ് സ്ഥാപനം അങ്ങനെയുള്ള കാര്യങ്ങൾ. വീട്ടിലേക്ക് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ കല്ലുപ്പ് കുറച്ച് വെള്ളത്തിലൊഴിച്ചിട്ട്, അങ്ങനെ ഒരു മൊന്തയിലേക്ക് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് എല്ലാ മുറികളിലും ഒന്ന് തളിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു പോസിറ്റീവ് എനർജി കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ടൊക്കെ അതിൽ മാത്രം ഉൾക്കൊള്ളിച്ചല്ല, കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ. അത് ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം. എങ്കിൽ മാത്രം അതിൻ്റെ, കാരണം ഇതിൽ നിന്ന് കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഇതുണ്ടെങ്കിലേ പൂർണ്ണമായിട്ടുള്ള സംശയങ്ങൾ മാറുള്ളൂ. ആ ഒരു വീഡിയോ ആയിട്ട് തന്നെ അതിൻ്റെ വീട്ടിലെ പോസിറ്റീവ് എനർജി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആവശ്യമില്ലാത്ത കുറച്ച് സാധനം മേടിച്ചിട്ടല്ല, നമ്മുടെ കയ്യിലുള്ള ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാം. ആ പറ്റുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, മറക്കണ്ട. ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ അമർത്തുക. എങ്കിൽ മാത്രം അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരുടെ പേരും അതുപോലെ നക്ഷത്രവും എല്ലാം വെച്ച് കമൻ്റ് ഇടാം. ഞാൻ പൂജ കഴിച്ചോളാം. ഇതുപോലെ പ്രിൻ്റ് ഔട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി, അതായത് ഇത് ഡെമോയ്ക്ക് വേണ്ടി ഞാൻ എടുത്ത കുറച്ച്. അപ്പം കുറച്ച് പേരുടെ നമ്മൾ വാട്സപ്പിലാണ് വരുന്നത്. വാട്സപ്പിൽ അല്ല, ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലാണ് നിങ്ങൾ അമ്പലത്തിലേക്ക് പൂജ നടത്താനായിട്ട്, അതായത് ഈ നക്ഷത്രവും പേരും പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റ് ചെയ്യേണ്ടത് ശരിക്കും യൂട്യൂബ് കമൻറ്റിലാണ്, വാട്സപ്പിലല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എഴുതി തന്നവരുടെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊരു കൂടുതലായിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിന് ഇങ്ങനെ എഴുതണം, കുറേ പേരുണ്ടാവും. അപ്പോൾ ശനിയാഴ്ചകളിൽ പൂജ നടത്താനുള്ള ആൾക്കാരുടെ, പ്രാർത്ഥിക്കാനുള്ള ആൾക്കാരുടെ എല്ലാം പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. യൂട്യൂബിൽ തന്നെ കമൻറ്റ് ചെയ്യുക. അത്യാവശ്യമുള്ള ആൾക്കാരുടെ എല്ലാം എന്തെങ്കിലും കാര്യങ്ങൾ, വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മുന്നോട്ടെങ്ങനെ, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ കുറച്ച് താമസിച്ചാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ ജ്യോതിഷ സെഗ്മെൻറ്റിൻ്റെ പേര് ജ്യോതിഷ കൃഷ്ണാമൃതം എന്നാക്കിയിട്ടുണ്ട്. ഈ മെട്രിക്സ് ചാനലിൽ തന്നെ ഒരു സെഗ്മെൻ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം കുറച്ച് ക്ഷേത്രങ്ങളുടെ വീഡിയോയും വരും. അത് മെട്രിക്സ് ചാനലിൻ്റെ മാത്രമായിട്ടാണ്. അപ്പോൾ ഇതിൽ ജ്യോതിഷ സംബന്ധമായിട്ട് കാര്യം പറഞ്ഞാൽ ജ്യോതിഷ കൃഷ്ണാമൃതം എന്ന പേരിട്ടേക്കണത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ ഇന്നൊരു നല്ല ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ ഗുഡ് ഫ്രൈഡേ. അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങളൊക്കെ ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന സമയമാണ്. ഇനിയിപ്പോൾ ഈസ്റ്റർ വരുവാണ്. കുറേ ക്രിസ്ത്യൻ സഹോദരങ്ങളൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കട്ടെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമസ്കാരം. ജീവേഷ്.